Hello students. അപ്പോൾ നമ്മൾ റേഡിയോനെ കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പാർട്ട് 3 പോലെ നമ്മൾ ചെയ്യാണ്. ഇത് ഒറ്റ ക്ലാസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇങ്ങനെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് 15 minutes ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സൗകര്യം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ റേഡിയോന്റെ ഹിസ്റ്ററി, റേഡിയോ പ്രൊഡക്ഷൻ, അതായത് ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, റെക്കോർഡിംഗ് സ്റ്റുഡിയോസ്, അതിൽ ഉപയോഗിക്കുന്ന മൈക്കുകൾ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജീസ് ഏതൊക്കെയാണെന്ന് നോക്കി. ഫ്രീക്വൻസി മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അല്ലെ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾ ആ ടേംസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ റെക്കോർഡിംഗ് ഇക്വിപ്മെന്റ് എന്നൊരു ടോപ്പിക്കാണ്. ഡിജിറ്റൽ റെക്കോർഡിംഗ് ഇക്വിപ്മെന്റ്, അത് കൂടാതെ റേഡിയോയെ നമ്മളിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡിജിറ്റൽ റെക്കോർഡിംഗ് ഇക്വിപ്മെന്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് digital recording? Digital audio production explores the tools and techniques of digitalized sound production. ഒരു ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ അല്ലെങ്കിൽ DAP എന്ന് പറയുന്നത്, ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ഹാസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് സ്റ്റോറിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് പ്ലേയിങ് ഓഡിയോ ഫയൽസ്. അതായത് ഓഡിയോ ഫയൽസിനെ സ്റ്റോർ ചെയ്യാനും അത് പ്ലേ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൈമറി ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ. അപ്പം പോപ്പുലർ ഓഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആപ്പിൾ ലോജിക് പ്രോ, ദെൻ ഡിജി ഡിസൈൻസ് പ്രോ ടൂൾസ്, ക്യൂബേസ്, ന്യൂഎൻഡോ, പിന്നെ സ്റ്റീൻബർഗ്, സോണി സൗണ്ട് ഫോർജ്, അഡോബിന്റെ കൂളെഡിറ്റ് പ്രോ, അങ്ങനെ ഒരുപാട് റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ഡിവൈസുകൾ ഉണ്ട്. അഡോബ് ഓഡീഷൻ ഉണ്ട്, ഓട്ടോ ട്യൂൺ ഉണ്ട്, ഒഡാസിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ കൂടുതലും അഡോബ് ഓഡീഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അഡോബ് ഓഡീഷനിലാണ് നമ്മൾ ചാനൽസിലൊക്കെ മോസ്റ്റ്ലി ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുക. ഇതുവഴിയാണ്, ഇത് ത്രൂ ആണ്, ഇത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യും. അതിൽ കുറെ ഇങ്ങനെയൊക്കെ സ്വിച്ചസ് ഒക്കെ ഉണ്ടായിരിക്കും, ഒരു ഡിവൈസ് ആയിരിക്കും. അപ്പം നമ്മൾ അതിൽ ലാപ്പിൽ മൈക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അഡോബ് ഓഡീഷൻ, അത്തരം സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റെക്കോർഡിംഗ് എന്നൊരു പ്രോസസ് നടക്കുന്നത്? എങ്ങനെയാണ് ഒരു റെക്കോർഡിംഗ്? വാട്ട് ഈസ് റെക്കോർഡിംഗ്? സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഇൻസ്ക്രിപ്ഷൻ ആണ്. അതായത് റീക്രിയേഷൻ ഓഫ് സൗണ്ട് വോയിസ് ആണ്. റീക്രിയേഷൻ ഓഫ് സൗണ്ട് വേവ്സ് ആണ്, സച്ച് ആസ് സ്പോക്കൺ വോയിസ്, അല്ലെങ്കിൽ സോങ്സ്, ഇൻസ്ട്രുമെന്റൽ വേവ്സ്, മ്യൂസിക്സ്, അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സ്. ഒരു ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ് ഇൻ റേഡിയോ റെക്കോർഡിംഗ് വാസ് the invention of magnetic tape and the tape recorder. Sound could be recorded, erased and re-recorded on the same tape many times. Tape recorder ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ കാസറ്റ്സ് ഒക്കെ കുറെ ഫോയിൽസ് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഒരു പാട്ട് നമുക്ക് കുറെ കാലം കേട്ട് മടുത്തുവെങ്കിൽ നമ്മൾ അതിനെ നമുക്ക് മാറ്റി ഇറേസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അതിൽ വേറെ കയറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ മാഗ്നറ്റിക് ടേപ്പ് ഇനേബിൾഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഫസ്റ്റ് പ്രാക്ടിക്കൽ കമേഴ്ഷ്യൽ സൗണ്ട് സിസ്റ്റംസ് ദാറ്റ് കുഡ് റെക്കോർഡ് ആൻഡ് റീപ്രൊഡ്യൂസ് ഹൈ ഫിഡലിറ്റി സ്റ്റീരിയോഫോണിക് സൗണ്ട്. Then emerged the digital recording mode in which the sound is stored as binary figures and ensures high fidelity of sound and quick clear cut editing. So sound recording technology നെ അനലോഗ് റെക്കോർഡിങ്ങും ഡിജിറ്റൽ റെക്കോർഡിങ്ങുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അനലോഗ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ റെക്കോർഡിംഗ് ഓഫ് അനലോഗ് സിഗ്നൽസ്. അതൊരു ഇറ്റ്സ് എ സൗണ്ട് റെക്കോർഡിംഗ് പ്രോസസ് ഇൻ വിച്ച് ഒരു ഓഡിയോ ഇൻപുട്ടിനെ കൺവേർട്ട് ചെയ്യാണ്. അതായത് അനലോഗിനെ ഇലക്ട്രിക്കൽ വേവ് ഫോമിലേക്ക്, അനലോഗ് ഓഡിയോ ഇൻപുട്ട് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ അനലോഗസ് ഇലക്ട്രിക്കൽ വേവ് ഫോം, അല്ലെ? അനലോഗസ് ഇലക്ട്രിക്കൽ വേവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനലോഗ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ദ എമർജൻസ് ഓഫ് ഡിജിറ്റൽ ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, അത് 1990s in the eventually converted radio from analog recording system to digital broadcasting, since analog signals are subject to fade out.
space and cost considerations, scarcity of tape and parts of machine, ഇതൊക്കെയാണ് അനലോഗ് മെഷീനെ ഒഴിവാക്കിയിട്ട് ഒരു ഡിജിറ്റലിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. അതായത് കോസ്റ്റ് കൺസിഡർ ചെയ്യണം, സ്പേസ് കൺസിഡർ ചെയ്യണം, കൂടാതെ ഒരുപാട് ടേപ്പുകൾ ആവശ്യം വരും. അതുകൊണ്ടൊക്കെ ഈ ഒരു അനലോഗ് മെഷീൻസിനെ റിജക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ ഡിജിറ്റൽ റെക്കോർഡിംഗ് വരികയാണ്. ഡിജിറ്റൽ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് എക്സ്പ്ലോർസ് ദ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് digitized sound production. It can be stored and transmitted by a wider variety of media. The digital format can prevent much loss of quality found in analog recording due to noise and electromagnetic interference and in playback and mechanical deterioration or damage to the storage media. അപ്പം ഇതിന്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ എഡിറ്റിംഗ് എന്നൊക്കെ പറയുമ്പം പുവർ റെക്കോർഡിംഗ്സ് ക്യാൻ ബി ക്ലീൻഡ് അപ്പ് മോർ ഈസിലി ആൻഡ് പ്രിസൈസ്ലി ആൻഡ് ദ നോയ്സസ്. നമുക്ക് ഇതിൽ വരുന്ന നോയ്സസിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ചിലത് നമുക്ക് വേണ്ടാത്തതിനെയൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ഫേഡ്സ് ക്യാൻ ബി ഓട്ടോമേറ്റഡ്, allowing the sound to record with near infinite gradualness and volume settings. Editing and mixings are far more precise, opening previously unimaginable possibilities. Then editing process is visual centric and performed on a screen. Experimentation is encouraged by the undo command and by storage of alternate mixes. It permits instant reversion of recorded material to an earlier form. Okay, അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു റെക്കോർഡിംഗ് പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു റേഡിയോ പ്രോഗ്രാം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ, ഫീഡ്ബാക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന്. അപ്പോൾ ഒരു പ്രൊഡക്ഷന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഈ റെക്കോർഡിംഗ് ഒക്കെ. ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുക? പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഒരു പ്രൊഡക്ഷന്റെ കാര്യമാണ്. ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ എങ്ങനെയാണ്? അതൊരു തേർഡ് സ്റ്റേജ് ആണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വരുമ്പം അവിടെയാണ് എഡിറ്റിങ്ങും മിക്സിംഗും ഒക്കെ ഇവിടെ നടക്കുന്നതൊക്കെ ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. എഡിറ്റിംഗ്, മിക്സിംഗ് are the activities at the most production stage of a radio program. Okay, editing for radio is to prepare a program by starting with some raw sound elements and making a finished product to be broadcast. ഇതിലൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്വയർഡ് ആയിട്ടുള്ള വോയിസ് എലമെന്റ്സിനെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രൊഡക്ഷനിലേക്ക് എത്തിക്കണം. ദെൻ അത് ഡിസൈഡ് ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സും സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. കൂടാതെ എവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എവിടെ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന ആ ഒരു പോർഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഒരു ക്യൂ ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്താണ് ക്യൂ ഷീറ്റ്? നമ്മൾക്കൊരു പുതിയ വേർഡ് ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ ഒരു ക്യൂ ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഷീറ്റ് ഇറ്റ് ഇസ് എ ഗൈഡ്. ഇതൊരു ഗൈഡ് ആണ് ക്യൂ ഷീറ്റ്. ഈ ഗൈഡ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ലീഡ്സ് ടു ഫൈനൽ എഡിറ്റിംഗ് ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ, അപ്പം ഫൈനൽ എഡിറ്റിംഗ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു ക്യൂ ഷീറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ it is a guide that leads us to the final editing of the program. The ready to broadcast program will be a copy of the written elements in a cue sheet. അത് ഡിജിറ്റൽ റേഡിയോ എഡിറ്റിംഗിൽ ക്യൂ ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലെസർ ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ എഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് ഈ ഒരു ക്യൂ ഷീറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പം ആ ഒരു ഫൈനൽ എഡിറ്റിംഗ് സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു എഡിറ്റിംഗിന്റെ അണ്ടറിൽ വരുന്നതാണ് ക്യൂ ഷീറ്റിംഗ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞൊരു വാക്കാണ് മിക്സിംഗ്. പോസ്റ്റ് പ്രൊഡക്ഷനിൽ എഡിറ്റിംഗും മിക്സിംഗും ആണ് നടക്കുന്നത്. മിക്സിംഗ് എന്ന് പറയുമ്പോൾ ചില സൗണ്ട് എഫക്ട്സ് ഒക്കെ നമുക്ക് കോമ്പിനേഷൻ ചെയ്യേണ്ടി വരും. ഒരു ആംപ്ലിറ്റ്യൂഡ് ഓഫ് മൾട്ടിപ്പിൾ സൗണ്ട് എലമെന്റ്സിനെയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചില സൗണ്ട്സ് ഒക്കെ അതിൽ ആഡ് ചെയ്യേണ്ടി വരും. അനലോഗില് മിക്സിംഗ് പ്രോസസ് ഒക്കെ റിയൽ ടൈം ആയിട്ടായിരിക്കും നടക്കുക. പക്ഷെ ടേപ്പ് വളരെ സ്പീഡിലി അത് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. This involves raising and lowering the volume of the various tracks as they roll by to create the fade ups and the fade downs in the right spot. പക്ഷെ ഡിജിറ്റൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ
ഓരോ ട്രാക്കിനും ഒരു ലെവൽസ് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ സൗണ്ട് എഫക്ട്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷന്റെ ഒരു സെൻസും ഒരു വ്യൂവർക്ക് അത് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു സൗണ്ട് എഫക്ട്സ് അവിടെ ആഡ് ചെയ്യണം. ആൻഡ് ഇറ്റ് ആഡ്സ് റിയലിസം ടു a പ്രോഗ്രാം ആൻഡ് ഹെൽപ്സ് എ ലിസണർ ടു യൂസ് ഇമാജിനേഷൻ അല്ലെ. അപ്പോൾ ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നെക്സ്റ്റ് ഒരു ഫേസ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ആണ്. നമ്മൾ ചെയ്ത ഒരു വർക്കിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ടു വ്യൂവേഴ്സ്. അപ്പം ഈ ഒരു ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ റിസീവേഴ്സ് എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ് ആക്ട്സ് ആസ് എ കാരിയർ ഓഫ് ഇൻഫോർമേഷൻ bearing signals. Digital radio uses a transmission system in which the signal propagate as discrete voltage pulses, that is as patterns of numbers. A digital radio broadcast offers compact disc quality reception and reproduction of the FM band and FM quality reception and reproduction on the AM band. അപ്പോൾ ട്രാൻസ്മിഷൻ കഴിഞ്ഞു, അതിനുശേഷം ഫീഡ്ബാക്ക്, റേഡിയോ ഫീഡ്ബാക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഈ ഒരു റേഡിയോ പ്രോഗ്രാം പ്രസന്റേഷൻ ഇത്രയും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ അനലോഗ് റെക്കോർഡിങ്ങും ഡിജിറ്റൽ റെക്കോർഡിങ്ങും ഒക്കെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഡീപ്പായിട്ടൊന്നും നമുക്ക് അതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അതിലെ ടേംസ് ഓർത്തു വെച്ചാൽ മതി. ക്യൂ ഷീറ്റ് പോലെയുള്ള വാക്കുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി റേഡിയോ പ്രോഗ്രാം പ്രസന്റേഷൻ എന്നൊരു ടോപ്പിക് വരികയാണെങ്കിൽ റേഡിയോ പ്രോഗ്രാം പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ പ്രസന്റേഷനിൽ ഒരു റേഡിയോ പ്രസന്റർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? അദ്ദേഹം ഒരു ഗുഡ് റേഡിയോ പ്രസന്റർ ആവണമെങ്കിൽ he will be prepared and avoid rambling and try to inject some humor and lightness, listen and learn. നല്ലൊരു ലിസണർ ആയിരിക്കും, നല്ല റേഡിയോ വോയിസ് ഉള്ള ഒരാളായിരിക്കണം അല്ലെ. അപ്പം അതുപോലെ റേഡിയോ ന്യൂസ് റീഡറുടെ ക്വാളിറ്റീസ് ഒക്കെ. റേഡിയോ ജോക്കി ആരാണ്? RJ എന്ന് നമ്മൾ വിളിക്കുന്ന റേഡിയോ ജോക്കിയെ നമുക്കറിയാം. He should have pleasing voice and aptitude to speak sensibly, a good command over spoken language, and he should have knowledge of local dialects. He should have the ability to befriend the listeners, and he should have solid knowledge of technology and familiarity with the equipment for radio transmission. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഒരു റേഡിയോ ജോക്കിക്ക് ഉണ്ടാവേണ്ടത്. അപ്പം ഇനി നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ ട്രെൻഡ്സ് ഇൻ റേഡിയോ. റേഡിയോയിൽ വന്നിട്ടുള്ള പുതിയ ട്രെൻഡ്സ് എന്തൊക്കെയാണ്? ന്യൂ ട്രെൻഡ്സ് ഇൻ റേഡിയോ. റേഡിയോ ലിസണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏതൊരു സ്റ്റേഷനിലും നമുക്ക് ഒരു റേഡിയോ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. The connected car will have apps like Pandora and MOG to listen radio programs. The selling point of radio is that it is free, and in the future that proposition will not hold strongly in the minds of listeners. അപ്പം റേഡിയോന്റെ ഒരു ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്റർനെറ്റ് റേഡിയോ വരെ വന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോ ഏറ്റവും കൂടുതൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, വൈഡ് റീച്ച് ആയിട്ടുള്ള ഒരു മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് ഇന്റർനെറ്റ് TV ആയിരിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ റേഡിയോ ആണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വൈഡസ്റ്റ് ആയിട്ടൊരു റീച്ച് ഉള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് റേഡിയോ ആണ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒരിക്കലും ആലോചിച്ച് നിൽക്കരുത്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ദ ടേംസ് AM ആൻഡ് FM. എന്താണ് AM FM? എന്തായിരിക്കും അത്? നിങ്ങളൊന്ന് ജസ്റ്റ് റീകളക്ട് ചെയ്യുക. ഓക്കെ, ദെൻ AM എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്, ദെൻ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് പഠിച്ച കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്യാം അല്ലെ. എന്തൊക്കെയാ നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് സമ്മപ്പ് ചെയ്യുമ്പോൾ AM ആൻഡ് FM ആൻഡ് DRM ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജീസ് ആയിട്ട് പഠിച്ചു. മോസ്റ്റ് പീപ്പിൾ അസോസിയേറ്റ് ദ ടേം റേഡിയോ വിത്ത് റേഡിയോ സ്റ്റേഷൻസ് that broadcast to the general public. Radio wave technology is used in everything from TV to cell phones, making it a primary conduit for person-to-person communication. അപ്പം ഇപ്പോൾ ഒരു HD റേഡിയോ വരേക്ക് എത്തി നിൽക്കുകയാണ്. റേഡിയോ കണ്ടുപിടിച്ചത് ഗുഗ്ലിയെൽമോ മാർക്കോണിയാണ്. 1896 അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. ദെൻ ഒരു കമേഴ്ഷ്യൽ റേഡിയോ എന്താണ്? ഒരു കമ്മ്യൂണിറ്റി റേഡിയോ എന്താണ്?
ഒരു പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്താണ്, അത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നമ്മൾ ഒരു റേഡിയോ സ്കിറ്റ് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു റേഡിയോ പ്രസന്റേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം, അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇത്രയുമാണ് ഒരു റേഡിയോ ജോക്കിയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു ഗ്ലോസറി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, കുറെ ടേംസ് പറഞ്ഞിട്ട്, അക്വാസ്റ്റിക്സ്, ആഡ് ലിബിംഗ്, എയർ ചെക്ക്, അങ്ങനെ റേഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ്. അത് ഞാൻ വീണ്ടും എടുത്ത് ഞാൻ അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യണമെന്നില്ല, നിങ്ങൾ അത് വായിച്ചിരിക്കണം. അതിലെ ഓരോ വേർഡ്സും നിങ്ങൾക്ക് എവിടെ നിന്ന് ചോദിച്ചാലും ഓർമ്മയുണ്ടായിരിക്കണം. ഇപ്പോൾ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, മെഷർമെന്റ് ഓഫ് ഹൗ ഓഫൺ ലിസണർഷിപ്പ് ചേഞ്ചസ് ഫ്രം ടൈം പീരീഡ് ടു ടൈം പീരീഡ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. എന്നിട്ട് നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് വരികയാണ്, ടേൺ ഓവർ, വോയിസ് ട്രാക്ക് എന്നൊക്കെ ഓപ്ഷൻസ് വന്നാൽ അത് ടേൺ ഓവർ ആണ് എന്നൊരു ആൻസർ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, അപ്പം ആ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ റേഡിയോ എന്നൊരു ടോപ്പിക് ഇന്ന് ഇപ്പോ ഇവിടെ കഴിയാണ്. ഇനി നമ്മൾ ടി വി ന്യൂസ് ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ എന്നൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ കേൾക്കാം. അപ്പോൾ ഇത്രയും ക്ലാസ്സസ്, ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുന്ന ക്ലാസ്സസ് കംപ്ലീറ്റ്ലി കേൾക്കണം. കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ടി വി ന്യൂസ് ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ എന്ന ക്ലാസ്സിലേക്ക് കടക്കാം.